നമസ്കാരം, ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിലും നെഞ്ചുവേദന വന്നിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആദർശൻ അതിനാണെങ്കിലും മുത്തശ്ശനെ കാണാൻ വേണ്ടി ഓടി ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മുത്തശ്ശാന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ തല തിരിച്ചു വെച്ചിട്ട് നമ്മൾ ജയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ മരിച്ചാൽ പോലും ഇവനാണെങ്കിൽ എന്നെ കാണാൻ വരണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ജയൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശനാണെങ്കിൽ നല്ല സങ്കടമാവുന്നുണ്ട് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. അങ്ങനെ ആദർശാണെങ്കിൽ സങ്കടത്തോടെ തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മുത്തശ്ശനിക്ക് അറിയാം എന്തായാലും ആദർശാണെങ്കിൽ ശത്രുവിനെ കണ്ടെത്തിയിട്ട് തിരിച്ച് നല്ല വിജയത്തോടെ തന്നെ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ നമ്മളെ മുത്തശ്ശനുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ആണെങ്കിലും നമ്മൾ അനാമികയാണെങ്കിലും നാഗേന്ദ്രനാണെങ്കിലും പിന്നെ ഇതിനൊക്കെ എന്തൊക്കെയോ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഇനി മുത്തശ്ശൻ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സന്തോഷിക്കുകയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ മൂർത്തീസ് ജ്വല്ലറി എന്നുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഇനി ഉണ്ടാവരുതെന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആദർശാണെങ്കിൽ കിരണിനെ പോയി കണ്ടിട്ടാണെങ്കിൽ അവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ശത്രുവിനെ കണ്ടെത്തണമെന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ അവരും മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ അറിയത്തില്ല, ഇപ്പോൾ ഒരു പുതിയൊരു ക്യാരക്ടറും കൂടെ എന്തായാലും വന്നിട്ടുണ്ട്. ഇനിയിപ്പം അനന്തപുരിക്കാർക്ക് ഗുണമുള്ളതാണോ അതോ ഇനി ജ്വല്ലറിക്കാർ ഇറക്കിയതാണോ എന്നൊന്നും അറിയാനും വയ്യ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.